ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാനാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് ആരോ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർ ദുഃഖത്തിലാണുള്ളത്. അപ്പോൾ റീഡിങ്ങിൽ അവർക്ക് ആവശ്യമുള്ള മെസ്സേജ് ഉറപ്പായിട്ടും ലഭിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥന ചെയ്യുന്നു. ഫസ്റ്റ് മെസ്സേജ് നാരായണ ഭഗവാൻ, അതായത് കൃഷ്ണ ഭഗവാൻ, നിങ്ങൾ ഏത് രൂപത്തിലാണോ അദ്ദേഹത്തിനെ പൂജിക്കുന്നത് അവരുടെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. വിഷ്ണുവിൻ്റെ രൂപത്തിലോ കൃഷ്ണൻ്റെ രൂപത്തിലോ ആരുടെ രൂപത്തിലാണോ നിങ്ങൾ പൂജിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ചില ആൾക്കാർ മന്ത്രം ഉച്ചരിച്ച് അദ്ദേഹത്തിനെ പൂജിക്കുന്നു, ചില ആൾക്കാർ ഫോട്ടോയിൽ പൂജിച്ച് അദ്ദേഹത്തിനെ പൂജിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അദ്ദേഹത്തിനെ പൂജിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിളക്ക് എത്തിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിനോടൊരു ഭാവമുണ്ട്. അതായത് അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്, അദ്ദേഹം എന്നെ എപ്പോഴും സഹായിക്കും, അങ്ങനൊരു ഭാവം നിങ്ങൾക്കുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ എൻ്റെ കൃഷ്ണ, എൻ്റെ നാരായണ അങ്ങനെയൊക്കെ പറയത്തില്ല. അതേപോലെ നിങ്ങൾ ഏത് രീതിയിലാണോ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ആ ഒരു വിളി അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങളെ ചൂസ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അത്രമാത്രം ഒരു ഭാവം ഭഗവാനിൽ വയ്ക്കുന്നുണ്ട്, അത്രമാത്രം ഒരു സ്നേഹം ഭഗവാനോട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ആ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഭഗവാനോട് കൂടുതലായിട്ട് ഒരു സ്നേഹവും ഇഷ്ടവും എല്ലാം തോന്നി തുടങ്ങി, വിശ്വാസവും എല്ലാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ മേലൊരു ദൃഢവിശ്വാസവും വന്നു. എൻ്റെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ആ സ്ഥിതിയിൽ നിന്ന് എൻ്റെ ഭഗവാൻ എന്നെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഒരു ദൃഢവിശ്വാസം നിങ്ങളിൽ വന്നു. ഇവിടെ ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുമുണ്ട്. പല സാഹചര്യങ്ങളിൽ നിങ്ങളെ ദൈവം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സംഭവങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്ന്. അതായത് പല കാര്യങ്ങളും നോർമൽ വേയിൽ കൂടെ ആയിരിക്കത്തില്ല നടന്നത്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നടന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളുടെ അന്തരാത്മാവ് നമ്മളോട് പറയും ദൈവം നമ്മളെ എന്തോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. ഇവിടെ ചില സമയങ്ങളിൽ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം എന്തോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ലായിരിക്കാം. യഥാർത്ഥ ഭക്തർ അവരാണ്. അതായത് അവർ ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ്റെ നേരെ ഒരു ശത്രുതാഭാവം വയ്ക്കത്തില്ല, ഒരു സ്നേഹത്തിൻ്റെ ഭാവമായിരിക്കും എപ്പോഴും വയ്ക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു എന്ത് കാര്യമായിക്കൊള്ളട്ടെ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല, വേറൊന്നായിരിക്കും ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്നത് നമ്മളോട്. അതായത് അദ്ദേഹത്തിൻ്റെ ലീലകൾ അങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞത് ശകുനി എന്ന് പറയുന്ന നമ്മുടെ മഹാഭാരത യുദ്ധത്തിലെ ശകുനി ഇല്ലേ, ആ ശകുനിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഭഗവാൻ കൃഷ്ണനെയാണ് നിങ്ങൾ ദൈവമായിട്ട് കാണുന്നത്, വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ശത്രുക്കളുടെ ആ ഒരു എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അവർ വളരെ സ്ട്രോങ്ങുമായിരിക്കും. കാരണം മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ കൂടെ നിന്നത് കൃഷ്ണനാണ്. അപ്പോൾ അപ്പുറത്ത് എത്രമാത്രം ആൾക്കാരാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥയും. അതായത് നിങ്ങൾക്ക് എത്രമാത്രം ബലമുണ്ടോ അത്രമാത്രം ബലമുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് അവർ ഒരു കൂട്ടമായിട്ട് ചേർന്ന് നിങ്ങളെ ആക്രമിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴെല്ലാം നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉറപ്പായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ട് എന്തോ ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ എനിക്ക് പുറത്തു വരാൻ സാധിച്ചത് എന്ന്. അതായത് നിങ്ങളുടെ കൂടെ ഒരു സുപ്രീം പവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് എന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ കൂടെ എന്തോ ഒരു സുപ്രീം പവർ ഉണ്ട് എന്ന്. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും നിങ്ങൾക്കെതിരായിട്ട് നിന്നിട്ടുണ്ട്.
ഇവിടെ കഴിഞ്ഞു പോയ ആ ഒരു വർഷങ്ങളിൽ ഈ ഒരു സ്ഥിതി നിങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഷഡ്യന്ത്രത്തിൻ്റെ പാത്രമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ഒരു സൈഡിൽ നിന്ന് നിങ്ങളെ എങ്ങനെ തകർക്കാമെന്ന് ഓരോ പ്ലാനിങ്ങും ചെയ്യും. നിങ്ങൾ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് അവരെ നേരിടുന്ന ആ ഒരിത്. ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ മുക്തരാക്കുന്നതാണ്. കൂടാതെ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം അദ്ദേഹം നേടിത്തരികയും ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ആദ്യം തന്നെ നിങ്ങൾക്ക് വിരോധമായിട്ട് നിന്നോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അദ്ദേഹം വിജയം നേടിത്തരിക തന്നെ ചെയ്യും. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ഈ ഒരു കഴിഞ്ഞു പോയ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മയിൽപ്പീലി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇമേജ് ത്രൂ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ത്രൂവോ മയിൽപ്പീലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കർമ്മ നല്ലതായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ധർമ്മം എന്താണോ അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഒരിക്കലും അന്യായത്തിന് സപ്പോർട്ട് ചെയ്യരുത്. ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ അധികാരം ആരെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ അവർ ഏത് രീതിയിലാണോ മനസ്സിലാക്കുന്ന ആ രീതിയിൽ അവരെ മനസ്സിലാക്കിയിട്ട് ആ ഒരു അധികാരം തിരികെ നിങ്ങൾക്ക് തരുന്നതാണ്. ചില ആൾക്കാർ ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ. അതായത് അവർക്ക് ശബ്ദത്തിൻ്റെ ഭാഷ മനസ്സിലാവത്തില്ല. പ്രവൃത്തിയിലൂടെ മാത്രമേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഭഗവാൻ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊടുക്കും അവർ ചെയ്ത തെറ്റായെന്ന്. അതാണ് പറയുന്നത്. നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. നമ്മുടെ എന്താണോ പ്രശ്നം അത് നമ്മളെ കൊണ്ട് ഒരു കാര്യം നേരെയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാനിൽ അർപ്പിക്കുക. പിന്നെ ഭഗവാൻ തീരുമാനിച്ചോളും നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ആ ഒരു കാര്യം നേരെയാക്കേണ്ടത് എന്ന്. നമ്മളെപ്പോഴും ഈശ്വരനിൽ വിശ്വസിച്ച് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. നമ്മൾ എന്ത് കാര്യമായാലും സമർപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കുക. അദ്ദേഹം എന്തായാലും എൻ്റെ ആ ഒരു കാര്യം നേരെയാക്കി തരും എന്നുള്ള രീതിയിൽ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേടി നിങ്ങൾ ഇല്ലാതാക്കുക. എവിടെയാണോ പേടി ഇല്ലാതാകുന്ന അവിടെയാണ് ഭക്തി ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാ നേരവും പൂജയും മന്ത്രവും ചൊല്ലാൻ ഞാൻ പറയുന്നില്ല. കേവലം ഈശ്വരനെ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾ. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിലെ പല സാഹചര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിന് പുറത്താണുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈശ്വരനെ സമർപ്പിക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വേദനിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന നിങ്ങളുടെ ആ ഒരു സന്തോഷം അദ്ദേഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീണ്ടും ലഭിക്കുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഈ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതികളെന്ന് പറയുന്നത് മറ്റു പല ദൈവങ്ങളെയും കാട്ടി വ്യത്യസ്തമാണ്. നമ്മൾ കാണുന്നത് ഒന്നായിരിക്കും, പക്ഷേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വേറൊന്നായിരിക്കും. ആ രീതിയിലാണ് കൃഷ്ണൻ്റെ പദ്ധതികളെല്ലാം. ഇവിടെ ദൈവത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നത് ഒരു നിമിഷ നേരത്തെ കാര്യം മാത്രമാണ്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരുടെയും കളികൾ നടക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം. അതായത് നിങ്ങളുടെ ലൈഫ് മോശമാക്കാൻ വേണ്ടി ഒരു വ്യക്തി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ അവസാനം അവർ വിചാരിക്കും പോലെ ആയിരിക്കത്തില്ല. ദൈവം വിചാരിക്കും പോലെ ആയിരിക്കും അതിൻ്റെ അവസാനം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി പീഡകൾ സഹിച്ചു. ഇനി ന്യായത്തിൻ്റെ ഊഴമാണ്. ന്യായം ഉറപ്പായിട്ട് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നേരെ. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇമേജ് ത്രൂവോ നമ്പർ ത്രൂവോ വീഡിയോ ത്രൂവോ നിങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു ദിവസങ്ങൾ കൂടുതലായിട്ടും കൃഷ്ണൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൃഷ്ണൻ്റെ ഫോട്ടോസ് ഇല്ല എങ്കിൽ കൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസങ്ങൾ കൃഷ്ണ ഭഗവാനോട് പ്രത്യേക ഒരു സ്നേഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നു, ഭക്തി തോന്നുന്നു. അതായത് എപ്പോഴും ചുമ്മാ ഇരിക്കുമ്പോഴും കൃഷ്ണ ഭഗവാന്റെ ആ ഒരു ഓർമ്മകൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നുന്നു, അതായത് ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളുടെ കയ്യിൽ ഇറുക്കി പിടിച്ചൊക്കെയാണ്. ഞാൻ കൂടെയുണ്ട്, പിന്നെ എന്തിനു നീ പേടിക്കണമെന്ന് ദൈവം നിങ്ങളോട് പറയുന്നതായിട്ടും നിങ്ങൾക്ക് ചില സമയം തോന്നുന്നു.
ഇങ്ങനെ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ടോ അവർക്കൊക്കെ ഭയങ്കരമായിട്ടൊരു സന്തോഷവും തോന്നിയിട്ടുണ്ടാകും. കാരണം ദൈവം കൂടെ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നെങ്കിൽ പിന്നെ അതിൽ പരം വേറെ സന്തോഷം വേറെ ഉണ്ടോ? ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ഫീലായിട്ടുണ്ടെങ്കിലും ഫീലായിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചാലും ഇല്ലെങ്കിലും എവിടെയാണോ സത്യവും ധർമ്മവും പരിപാലിക്കപ്പെടുന്നത് അവിടെ ഈശോൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇവിടെ പില്ലർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് നിങ്ങൾക്ക് പില്ലർ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ അന്യായം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ എന്തെങ്കിലും അധികാരം കൈക്കലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ എന്തായിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വഴിയും കാണുന്നില്ലായിരിക്കാം. എല്ലാം നിങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരിക്കാം നടക്കുന്നത്. പക്ഷേ ഈശോനറിയാം നിങ്ങൾ ഏത് മോശം സാഹചര്യം ആയിക്കൊള്ളട്ടെ നിങ്ങളായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ നിങ്ങൾ കാണാതെ തന്നെ ഈശോ നടത്തുന്നുണ്ട്. കാരണം ഈശോൻ എപ്പോഴും സത്യത്തിനെയാണ് വിജയിപ്പിക്കുന്നത്, അല്ലാതെ അസത്യത്തിനെയല്ല വിജയിപ്പിക്കുന്നത്. ഇവിടെ ഈശോൻ ആരുടെയോ കർമ്മം കണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്രസന്നമായിട്ടിരിക്കുകയാണ്, ആരുടെയോ ധർമ്മം കണ്ടിട്ട് പ്രസന്നമായിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തന്നെ ദ്രോഹിച്ച വ്യക്തി ആയിക്കൊള്ളട്ടെ നിങ്ങളടുത്ത് വന്ന് ഒരു സഹായം ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അവരെ സഹായിക്കും. ആ സമയം അവർ നിങ്ങളോട് എന്താണോ ചെയ്തത് അത് നിങ്ങൾ ആലോചിക്കത്തില്ല, നിങ്ങൾ പെട്ടെന്ന് അവരെ സഹായിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കർമ്മം ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതായത് നല്ല കർമ്മം ചെയ്യണമെന്നുള്ള. മറ്റുള്ളവർ പക്ഷേ ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും മോശം ചെയ്താൽ അവർ സഹായം ചോദിച്ചു വന്നാൽ ചിലപ്പോൾ അവർ അങ്ങോട്ട് സഹായിക്കത്തില്ല. നീ എന്നോട് അങ്ങനെ അന്ന് ചെയ്തില്ല, പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കേണ്ടത് എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. അതൊക്കെയാണ് ഈശോന് നിങ്ങളോട് ഒരു പ്രസന്ന ഭാവം വരാൻ കാരണം. നിങ്ങൾ ഒത്തിരി വിജയങ്ങൾ പ്രാപ്തമാക്കും, അതിനുള്ള കഴിവും ജ്ഞാനവും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ എന്തോ ഒരു കലയിൽ നിങ്ങൾ അത്രമാത്രം നിപുണനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതേപോലെ വേറെ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ കള്ളമല്ല പറയുന്നത്, റീഡിങ്ങിൽ എന്താണോ വരുന്നത് അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കലയിൽ കഴിവുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈശോൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കഴിവില്ലാതിരിക്കും? ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കഴിവുണ്ടാക്കും, കാരണം ഈശോൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. ഒരു കഴിവ് നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലുള്ള ജീവിതം കൊണ്ട് തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ്, ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് ആ ഒരു കഴിവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? ഇവിടെ പല റീഡിങ്ങിലും പല പ്രാവശ്യം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ 4-4ൻ്റെ എനർജി, അതായത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിൽ കൂടെ നിങ്ങൾ പോയവരാണ്. അവിടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ആ ഒരു സാഹചര്യങ്ങളെല്ലാം നേരിട്ട് പുറത്തു വന്നത്. ഈശോ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് 2 വഴികൾ ഈശ്വരൻ തരും. ആ ഒരു 2 വഴിയിൽ ഒരു വഴി എന്ന് പറയുന്നത് ഷോർട്ട് കട്ടാണ്. ഒരു വഴി എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം നേരിടേണ്ടി വന്നു, അതിനുള്ള കാരണം എന്താണ്, ഞാൻ എന്ത് ചെയ്താലാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് സാധിക്കുക, അതിന് എന്ത് ഞാൻ ചെയ്യണം, എനിക്കുള്ള കഴിവ് എന്താണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു കഴിവ് എന്താണോ അത് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുന്നു. അതായത് നിങ്ങളൊരു കസ്തൂരി മൃഗമാണ്, നിങ്ങളുടെ ഉള്ളിൽ കസ്തൂരി ഉള്ള കാര്യം നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ചുറ്റിലും ഇങ്ങനെ മണത്ത് നടക്കുകയാണ്, എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന്. നിങ്ങളാണ് ആ ഒരു കസ്തൂരി മൃഗം. നിങ്ങളുടെ ആ ഒരു കസ്തൂരിയുടെ ആ ഒരു മണം നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചറിയും ഒരു ദിവസം. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു കഴിവ് മനസ്സിലാക്കുന്നത്, അപ്പോൾ ആർക്കും തന്നെ നിങ്ങളുടെ ആ ഒരു കാലിനെ പിറക്കിലോട്ട് വലിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് നല്ലതായിട്ടായിരിക്കും നിങ്ങളിനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? ഇവിടെ നിങ്ങളുടെ ധനത്തിനെ ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്കുള്ള ആ ഒരു ജ്ഞാനത്തിനെ ആർക്കും മോഷ്ടിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ് തന്നൊക്കെയാണ്. ആ ഒരു ബ്ലെസ്സിങ് അത് ഈ ഒരു ജീവിത അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയൂ.
ഇനി എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അവരോട് ചോദിക്കുക. അതായത്, ദൈവമേ, എനിക്ക് എന്ത് കഴിവാണ് അങ്ങ് തന്നിരിക്കുന്നത്, അത് എനിക്ക് ഇന്ന് മനസ്സിലാക്കി തരൂ, അതിനുള്ള ആ ഒരു ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന്. ഇവിടെ ഈ ഒരു കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ. ഒരു വ്യക്തിക്ക് ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള മാങ്ങ എന്നും ലഭിക്കുമായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മാങ്ങ പറിച്ച് എന്നും കൊണ്ടുപോയി വിൽക്കും. അത് അയാൾക്ക് അന്നന്നത്തെ ചിലവിനുള്ള പൈസ അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരു സന്യാസി അയാളുടെ അടുത്ത് വന്നു. അപ്പോൾ സന്യാസി ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും വിശക്കുന്നു, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പഴുത്ത മാങ്ങ ഉള്ളത് കൊണ്ട് അയാൾ ആ പഴുത്ത മാങ്ങ സാധുവിന് കൊടുത്തു, അതായത് സന്യാസിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഇയാൾ എന്നത്തെയും പോലെ മാങ്ങ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. ആ സമയം ഈ ഒരു സന്യാസി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാളുടെ ഏക വരുമാന മാർഗമായ ആ മാവ് കട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം ഇയാൾ പോയിട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സാധുവിനെയും കാണാനില്ല, മാവ് മുറിച്ചിട്ടേക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഇത്രമാത്രം അയാൾക്ക് സേവകൾ ചെയ്തു, മാങ്ങയും കൊടുത്തു, എന്നിട്ട് അയാൾ എന്നോട് എന്താ ചെയ്തത്? എനിക്കുള്ള ഏക വരുമാന മാർഗമായിരുന്നു ആ മാവ്. ആ മാവിനെ അയാൾ മുറിച്ച് കളഞ്ഞില്ലേ എന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവസാനം പിന്നെ അയാൾ വീണ്ടും പല പല ജോലികൾ ചെയ്തു. അതായത് കൂലിപ്പണികൾ ചെയ്തു. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് പല പല വെജിറ്റബിൾസ് അയാളുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിൽ നിന്ന് അയാൾക്ക് കുറേ വരുമാനമായി എന്ന് വെച്ചാൽ ഒരു രാജാവിനെ പോലുള്ള ജീവിതമില്ല, ആ ഒരു ജീവിതം അയാൾക്ക് ലഭിച്ചു. അപ്പോഴാണ് ഈ ഒരു സന്യാസിയെ വീണ്ടും അയാൾ കാണുന്നു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അന്ന് എൻ്റെ ആ മാവ് മുറിച്ച്? എനിക്ക് ആകെ വരുമാന മാർഗം അതായിരുന്നില്ലേ? അപ്പോൾ സന്യാസി പറഞ്ഞു, നീ ആ മാവ് മുറിച്ചില്ല എന്നെങ്കിൽ നീ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തുമായിരുന്നു, ഇപ്പോഴും മാങ്ങ വിറ്റ് തന്നെ ജീവിക്കുമായിരുന്നു. ഞാൻ ആ മാവ് മുറിച്ചതേ നീ ഈ അവസ്ഥയിൽ നിന്നെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മാവ് മുറിച്ചാലും എന്താ, എനിക്കിപ്പോൾ ഈ ഒരു ജീവിതം ലഭിച്ചില്ലേ. മുമ്പ് ഒരു നേരത്തെ ആ ഒരു വിശപ്പടക്കാൻ വേണ്ടിയുള്ള പൈസയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോൾ അയാൾ രാജകീയമായ ജീവിതമാണ് ജീവിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കൂ. ഇവിടെ ടവർ മൂവ്മെൻറ്റ് ചുമ്മാ വരുന്നതല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് നിങ്ങളിൽ എന്താണ് കഴിവുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ഈശ്വരൻ മനഃപൂർവ്വമായിട്ട് ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നു. ആ ഒരു ടവർ മൊമെൻറ്റ് ഫേസ് ചെയ്യുന്ന സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല. ആ സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഈശ്വരനോട് വരും. അതിനുശേഷമാണ് നിങ്ങൾ അവേക്കനിങ് ആകുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജീസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ ഒരു കാര്യം പ്രാപ്തമാകാൻ വേണ്ടിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ട് പോയി നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും നമ്മൾ നന്ദി പറയണം. കാരണം ആ വ്യക്തി മുഖേനയല്ലേ നമുക്ക് ആ ഒരു പാഠം പഠിക്കാൻ സാധിച്ചത്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ട്രിഗർ മൂവ്മെൻറ്റ് വരുന്നത് കാർമികമായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ഊർജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷ്യം സെറ്റാക്കി മുന്നോട്ട് പോകണം. ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നവരെ നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ അറിവ് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുക. ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങളത് കൂടുതലായിട്ടും കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു കഴിവിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സാഹചര്യം വന്നുകൊള്ളട്ടെ, നിങ്ങൾ ഒരു ഫൈറ്ററിനെ പോലെ എല്ലാം നേരിടുക. ഇവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട്ടിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ശംഖനാദം യൂട്യൂബിൽ ഇട്ട് കേൾക്കുന്നത് നല്ലതാണ്. ഈ ഒരു സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നിങ്ങളുടെ രക്ഷ ഭഗവാൻ സ്വയം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നഷ്ടം വരുമെന്ന്. ഇനി മനസ്സ് സ്ഥിരതയില്ലാതെ എവിടെയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക.
ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റായ ആക്ഷൻ, തെറ്റായ ആൾക്കാരിൽ വിശ്വസിക്കുക അത് ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം ആദ്യമേ തന്നെ നിങ്ങൾക്ക് സൈൻ തരും ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. ഈ ദിവസങ്ങളിൽ പശു നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആ കവുവിന് ആഹാരം കൊടുക്കുന്നു, അവർ ആ സ്നേഹത്തോടെ നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു. പശുവും പശുവിൻ്റെ കിടാവും ഒരുമിച്ച് നിങ്ങൾ കാണുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ സൗഭാഗ്യം വരാൻ പോവുകയാണ്, നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് പശുവിനെയും പശുവിൻ്റെ കിടാവിനെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അവർ സ്നേഹത്തോടെ കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. പശു വീണ്ടും വീണ്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എങ്കിൽ വളരെ നല്ല ഒരു സൂചനയാണത്. കാരണം ഭഗവാൻ കൃഷ്ണ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരെന്നറിയാമല്ലോ, പശുവാണ്. അപ്പോൾ പിന്നെ ആ ഒരു പശു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ ഒന്ന് മാത്രം വിചാരിക്കുക, ആ ഒരു പശു ചുമ്മാ അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പശു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ആഹാരം നിങ്ങളുടെ കൈകൊണ്ട് ആ പശുവിന് കൊടുക്കുക. ഒരിക്കലും പശുവിനോട് തെറ്റായ രീതിയിലുള്ള ഒരു പെരുമാറ്റവും ചെയ്യരുത്. പോ എൻ്റെ അടുത്ത് വരണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നും പറയരുത് നിങ്ങൾ. ഇത് നിങ്ങൾ ഒരു റെയർ സോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനും സുധാമയും തമ്മിൽ എന്ത് ഒരു അടുപ്പമാണോ ഉള്ളത്, അതേപോലെ എന്തോ ഒരു റെയർ ആയിട്ടുള്ള സോളാണ് നിങ്ങളുടേത്. കാരണം ദൈവത്തിന് ഒരു സോളിനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവം വിചാരിക്കും ഇതെൻ്റെ കുട്ടിയാണ്, ഇല്ലെങ്കിൽ ഇതെൻ്റെ മിത്രമാണ്, ഞാനാണ് ഇവരെ സംരക്ഷിക്കേണ്ടത് എന്ന്. അതായത് പ്രഹ്ലാദനും നരസിംഹ ഭഗവാനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലേ. ഇവിടെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നരസിംഹ അവതാരത്തിൽ വന്നു. അതേപോലെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും എന്തെങ്കിലും രീതിയിൽ ഒരു സംരക്ഷണവുമായിട്ട് നിങ്ങളുടെ അടുത്തും വരും. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നരസിംഹ ഭഗവാന്റെ ഇമേജസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നരസിംഹ ഭഗവാന്റെ ആ ഒരു കഥകൾ നിങ്ങൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എങ്ങാനും കേട്ടിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ കൂടെ എന്ത് അന്യായം സംഭവിക്കുന്നുണ്ടെങ്കിലും ദൈവം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരും എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ ഈ രീതിയിൽ ചിന്തിച്ച് നിങ്ങളിപ്പോൾ വളരെയധികം സ്പിരിച്വലായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കർമ്മയിലുള്ള വിശ്വാസവും നിങ്ങൾ കൂട്ടുകയാണ്. എത്ര മോശം സാഹചര്യം വന്നാലും നിങ്ങൾ നല്ല കർമ്മം മാത്രമാണ് ചെയ്തത്, മോശകർമ്മം ഒരിക്കലും ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ള ശാന്തിയിൽ വിഘ്നങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ തിരിച്ച് അവരോട് അതേ രീതിയിൽ പ്രതികരിച്ചില്ല. അവരെന്തോ ചെയ്തോട്ടെ, അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർ അനുഭവിക്കും, ഞാൻ എന്തിനാ അവരോട് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിലാണ് ഫോക്കസ് ചെയ്തത്. എനിക്ക് എൻ്റെ ലൈഫിലെ പ്രതിസന്ധികളെ നേരിടണം, ആരെന്തോ എന്നോട് ചെയ്തോട്ടെ, അവർ ചെയ്തതിൻ്റെ ബലം അവർക്ക് കിട്ടും, എൻ്റെ ലൈഫ് ഞാൻ ഫോക്കസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. ഈ ഒരു നല്ല ഗുണം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഇത്രയും വരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാച്ചായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം ആരാണോ ആ ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, നമ്മുടെ കൃഷ്ണ ഭഗവാൻ വിരൽ കൊണ്ടാണ് ഗോവർദ്ധന പർവ്വതം എടുത്തത്. അതേപോലെ അദ്ദേഹത്തിന് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഒന്നും തന്നെയല്ല, നിങ്ങൾക്കാണ് അത് പർവ്വതം പോലെ പ്രശ്നമായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തിന് ഒരു വിരലിൻ്റെ ആ ഒരു എടുക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത് എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ വലിയൊരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ സഹിച്ച ആളാണ്. കാരണം ഒരു വ്യക്തിക്ക് സഹിക്കുന്നതിന് അപ്പുറം വിഷമങ്ങൾ സഹിച്ച ആളാണ് നിങ്ങൾ. പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്, നിങ്ങൾ പിറകെ പോവുകയാണ്. പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം? എപ്പോഴൊക്കെ ധർമ്മം തോൽക്കുന്നു അപ്പോഴെല്ലാം ദൈവം അവിടെ എത്തുന്നു ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ടി. അതേപോലെ നിങ്ങളുടെ ആ ഒരു ധർമ്മം എപ്പോഴാണോ തോറ്റത് അവിടെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ദൈവം വരും.
ഇവിടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയം ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കും, എൻ്റെ ദൈവം ഉറപ്പായിട്ടും എന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ദൈവം വരികയും ചെയ്യും നിങ്ങളുടെ അടുത്ത്. ആ ദുർഗയും നരസിംഹ ഭഗവാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാ ദുർഗ നിങ്ങളുടെ കൂടെയുണ്ട്. സരസ്വതി ദേവിയുടെ ആശീർവാദം നിങ്ങൾക്കുണ്ട്. നരസിംഹമൂർത്തിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. പിന്നെ എന്ത് വേണം നിങ്ങൾക്ക്? ഇവിടെ ചില ആൾക്കാർ നേരിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, മാനസികമായിട്ടാണ് വിഷമിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ കരിയറിൽ ശ്രദ്ധിക്കാൻ പാടില്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ശ്രദ്ധിക്കാൻ പാടില്ല, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ആ രീതിയിൽ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ നരസിംഹമൂർത്തി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്, അവരോടൊന്നും ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ന്യായത്തിൻ്റെ രൗദ്രരൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു രൗദ്രരൂപം നിങ്ങളുടെ നേരെയല്ല, നിങ്ങളുടെ ലൈഫിനെ മോശം ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരുടെ നേരെയായിരിക്കും ആ ഒരു ന്യായം രൗദ്രരൂപം കാണിക്കുന്നത്. നരസിംഹ അവതാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, എങ്ങനെയാണ് ഹിരണ്യശിബുവിനെ നരസിംഹമൂർത്തി കൊന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ രീതിയിലായിരിക്കും ആ ഒരു ന്യായത്തിൻ്റെ രൗദ്രരൂപം നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുള്ള ഉത്തമ പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ആയി തോന്നുന്നത് ദൈവത്തിന് അതൊരു ചെറിയ പ്രോബ്ലം ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം വന്നിട്ടുണ്ട്, കരച്ചിൽ വന്നിട്ടുണ്ട് എങ്കിൽ കരയൂ. പക്ഷേ ഇനി കരയാൻ പാടില്ല, കാരണം ഇനി നിങ്ങൾക്ക് കരയേണ്ട അവസ്ഥ വരത്തില്ല, സന്തോഷിക്കേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ വളരെ നല്ല ഒരു സോളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓൾഡ് സോള്, ഒരു സന്യാസി, തപസ് ചെയ്യുന്ന ആൾക്കാരില്ല, അവരെ പോലൊരു സോള്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആകുമായിരിക്കാം, പാസ്റ്റ് ലൈഫിൽ ഞാനൊരു തപസ്വിയായിരുന്നു എന്നൊക്കെ, ഞാൻ ദൈവത്തിനോട് ഒത്തിരി ഭക്തി കാണിച്ചിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കഴിഞ്ഞ ജന്മത്തിൽ. ഇവിടെ എന്തായാലും പുനർജന്മം റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കൂടെ നിങ്ങൾക്ക് പുനർജന്മം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൂടുതലാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നറിയാൻ നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ലക്ഷ്മി നാരായണന്റെ കൃപയുണ്ട്. നാരായണന്റെ കൃപ മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ കൃപയും ഉണ്ട്. ഇവിടെ രണ്ടുപേരുടെയും കൃപ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആ ഒരു ആഗമനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സുഖസമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു പൈസ ഇങ്ങനത്തെ പൈസയാണ്, ബ്ലെസ്സിങ്ങോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പൈസയാണ്. പൈസ ശുഭകാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ ചെലവാക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതായത് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു, ഒരു പേര്, ഒരു പ്രശസ്തി ഉണ്ടാക്കി തരുന്നു. അതായത് വീട്ടിൽ ക്ലേശം നിറഞ്ഞ സ്ഥിതിയാണ്, എപ്പോഴും വഴക്കൊക്കെ ആണെങ്കിൽ അത് കുറയുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാകുന്നു. മനുഷ്യൻ സമൃദ്ധിയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സാഹചര്യം. സന്തോഷം കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. ഒരു പ്രേമഭാവം ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാകുന്നു. വഴക്കിൻ്റെ ആ ഒരു സ്ഥിതി മാറുന്നു. വളരെയധികം ശാന്തിയും സമാധാനവും എല്ലാം നിറഞ്ഞൊരു ജീവിതം, ഈ ഒരു ജീവിതമായിരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും ഉറപ്പാണ്. കാരണം രണ്ടുപേരുടെയും ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടോ ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ ഒരു വിഷമവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഈ ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ച ആ ഒരു ലൈഫിൽ എന്തിൻ്റെ കുറവാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കുറവ് ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു വരദാനം പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈശോൻ്റെ ഭാഗത്തുനിന്ന്. ഇവിടെ നല്ല ഒരു ബന്ധം, അത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് കുറവാണ്. പക്ഷേ ഇനി അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ ഇൻഡയറക്റ്റ് വേയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വിഷമിക്കരുത്, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.